ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീനായിട്ടാണ്. ഇതിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കലാണ്. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിൽ ബീഫ് കീമ വെച്ചിട്ടുള്ള മക്രോണിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജീസും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാരറ്റ്, ബീൻസ്, എന്താ പറയുക, ഉരുളക്കിഴങ്ങ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടാവില്ലേ, കോണും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തൊലികളിന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൽ 3 ഉള്ളി, 3 തക്കാളി, 3-4 തക്കാളി, 5 പച്ചമുളക്, 1 ബൾബ് വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ചെറുനാരങ്ങ, പിന്നെ 2 ക്യാരറ്റ്, 1 വലിയ ഉരുളക്കിഴങ്ങും, കുറച്ച് ബീൻസും, പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കുന്നതിനിടയിൽ ഒക്കെ പുറത്തേക്ക് തന്നെ വിളിച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ എന്താ പറയുക, ഒന്ന് പുറത്തേക്ക് വന്നതാണ്. ഈ ഒരു കാർ വാഷറില്ലേ അഗാരോന്ന് എനിക്ക് അയച്ചു തന്നതാണ്. ഇതിപ്പം നമുക്ക് കാർ മാത്രമല്ല, നമ്മൾ ഇൻ്റർലോക്കും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. മഴക്കാലത്തെല്ലാം ആകുമ്പോൾ കാറെല്ലാം പെട്ടെന്ന് മോശമാവില്ലേ, ചളിയും കാര്യങ്ങളെല്ലാം പിടിക്കൂലേ, അന്നേരം നമുക്ക് പെട്ടെന്നൊന്ന് എളുപ്പത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കാനും ഇതിൽ തന്നെ ഷാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇതിൻ്റെ ക്ലീനിങ് ലിക്വിഡെല്ലാം ഉണ്ട്, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു അഗാരോൻ്റെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഈ ഒരു കാർ വാഷർ കിട്ടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം വന്നിട്ടാ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിക്ക് തന്നെ പുറത്തേക്ക് വിളിച്ചതാണ്. അപ്പോൾ അതെല്ലാം കുറച്ച് ടൈം ഇങ്ങനെ നോക്കി നിന്ന് ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. വെജീസ് എല്ലാം കഴുകിയെടുക്കണം. പിന്നെ കീമ നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിന്, അതൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം. ആ ഒരു ടൈമിൽ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. എന്നിട്ട് കോഫി ഉണ്ടാക്കലാണ്. ഞാൻ രാവിലെ കോഫി ഉണ്ടാക്കിയിട്ടില്ല, കാര്യം പറഞ്ഞ് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്ന്. ഇപ്പം ഈ ഒരു കോഫി മേക്കർ ഉണ്ടായതിന് ശേഷം കുട്ടികളും ഒക്കെയും സ്വന്തം തന്നെ കോഫി ഉണ്ടാക്കി കുടിക്കലുണ്ട്. അതിൻ്റെ കൂടെ എനിക്കും ഒക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കാണാത്തവർ കണ്ടോക്കാം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു വീഡിയോൻ്റെ. അത് കണ്ടോക്കാം കേട്ടോ.
ഇതൊരു കോഫി മേക്കറാണ്. നമുക്ക് ക്യാപ്പച്ചിനോയും എക്സ്പ്രസ്സോ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, എന്താ പറയുക, അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ക്യാപ്പച്ചിനോ ഒന്നും ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും. ഞാനൊരു കോഫി ലവറാണ്, അതുകൊണ്ട് എനിക്കിത് നല്ല യൂസാണ്. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞുതരുമെന്ന് അധികം ആൾക്കാരും എന്നോട് വാട്സപ്പിലായിട്ടും കമൻറ്റിലായിട്ടും ചോദിക്കലുണ്ട്. ഏറ്റവും ബെസ്റ്റ് ട്യൂഷൻ ക്ലാസ്, ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഏതാണ് കുട്ടികളെ ചേർക്കാൻ പറ്റിയതെന്ന്. നമ്മൾ പാരൻസിന് കുട്ടികളുടെ ഭാവിയെക്കുറിച്ചിട്ട് ഭയങ്കര കൺസേണാണ്. കുട്ടികൾ പഠനം എന്താവും അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഹൈസ്കൂളിലെത്തുമ്പം കുട്ടികളുടെ സയൻസ് മാത്സ് വിഷയങ്ങളിലെല്ലാം ഭയങ്കര കൺസേണാണ്. അപ്പം കുട്ടികൾക്ക് ഇതെല്ലാം സ്കൂളിൽ നിന്ന് ഒരുമിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഓൺലൈൻ ട്യൂഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ ഓൺലൈൻ സ്കൂളിംഗ് ആണ് നിലവിൽ അക്കാദമിക് ട്യൂഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൃത്യമായ സപ്പോർട്ട് എന്ന നിലയിലാണ് ഈ ഒരു ഓൺലൈൻ സ്കൂളിംഗ് പ്രവർത്തിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സാണ് കൂടുതലുള്ളത്. ഇതിൽ ഇവരിൽ അക്കാദമിക് എടുക്കുന്ന കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ആദ്യം ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യല്. സ്കൂളെല്ലാം തുറന്ന ടൈം ആയതുകൊണ്ട് തന്നെ അക്കാദമിക് ട്യൂഷനും ഫൗണ്ടേഷൻ ക്ലിയറിങ്ങും കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം എന്താ പറയുക, സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലാന്നുണ്ടെങ്കിൽ അബാക്കസ് അങ്ങനത്തേതെല്ലാം നമ്മൾ വെക്കേഷൻ ടൈമല്ലേ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുക. പിന്നെ ഒരു പേഴ്സണൽ മെൻറ്ററോട് കൂടി അവരെ സഹായത്തോടു കൂടി തന്നെ കുട്ടികൾക്ക് പഠിക്കാമെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് മാറും കേട്ടോ. അത് ഏറ്റവും നല്ല പ്രീമിയം ക്ലാസ്സാണ് ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തന്നെ അപ്രോച്ച് ചെയ്തോ. ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എല്ലാം നടത്തിയിട്ടാണ് ഇവർ കുട്ടികൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും ചെക്ക് ചെയ്തോ. അതെല്ലാം പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതാ ഉള്ളിയും എല്ലാം വയറ്റാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം 3 ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളകും. ഇതൊന്ന് കുക്കാക്കാൻ വേണ്ടിക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കലാണ്. ഈ ഒരു ടൈമിൽ ഞാൻ വെറുതെ അങ്ങനെ നിൽക്കുകയും ചെയ്യില്ല. എല്ലാ പണികളും അതിൻ്റെ ഇടയിലുള്ള പണികളെല്ലാം തീർക്കും. പാത്രം കഴുകാനുണ്ടെങ്കിൽ അങ്ങനെ, കൗണ്ടർ ടോപ്പ് തുടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, എന്നിട്ട് ഉള്ളി കുക്കാവുന്നത് വരെ അങ്ങനെയാണ് കേട്ടോ ആ ഒരു ടൈം എന്താ പറയുക മാനേജ് ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഉള്ളി കുക്കായിട്ട് വന്നേരില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കലാണ്. അതിൻ്റെ സ്മെല്ലും മാറുന്നത് വരെ കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയിലും ചതച്ചെടുത്ത ആ ഒരു മെഷീൻ ഉണ്ടാവില്ലേ, അത് നേരം തന്നെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണികളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക പാത്രങ്ങളും നിരന്ന് നിൽക്കില്ല കേട്ടോ. അന്നത്തെ പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക. അന്നേരം കുറേ പണികൾ ലാഭമായിട്ട് മാറും. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ലോണം കുക്കായി. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടി നല്ലോണം കുക്കാണ്. ഇങ്ങനെ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം കുക്കായാലില്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയെല്ലാം കുക്കാൻ വേണ്ടിക്ക് അടച്ച് വെച്ച് വേവിക്കലാണ്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൂടുതൽ എരിവും പുളിയും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കില്ലേ മുളക് പൊടിയും ചെറുനാരങ്ങ നീരും എല്ലാം ചേർത്ത് കൊടുത്തതിനാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പുറമേന്ന് എന്താ പറയുക നമ്മളിപ്പം ഗൾഫിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ന്യൂഡിൽസ് എല്ലാം കഴിക്കൂലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ കഴിയും. നമ്മളെ നാടൻ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ഉപ്പും പുളിയും എല്ലാം ചേർത്തോട്ടോ കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ച കീമയിലെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒന്ന് പകുതി ബീഫ് കുറച്ചൊന്ന് വെന്ത ശേഷിയിൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ചെറുതായിട്ട് കട്ടാക്കി വെച്ച വെജീസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഇതിലേക്ക് ഞാൻ കോൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ കഴുകാൻ വേണ്ടിക്ക് രാവിലെ എപ്പോഴും തിളച്ച ചൂടുവെള്ളം ഉണ്ടാക്കും. കുട്ടികളുടെ ടിഫിൻ ബോക്സ് നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ കഴുകൽ. അപ്പം അതുണ്ടായതുകൊണ്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടൈമില്ലേ ഞാൻ മക്രോണി വേവിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളമെല്ലാം നല്ലോണം വറ്റിയായിരുന്നു. ഇതിലേക്ക് ഞാൻ അരമുറി ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം കുക്കായിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയിലേക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എല്ലാം ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ നാടൻ ഫുഡ് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, കുറച്ച് എരിവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടെ പറയാൻ കാര്യം, കുറച്ച് എരിവും പുളിയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയും എന്താ പറയുക കുറച്ചും കൂടി ചെറുനാരങ്ങയും തക്കാളിയെല്ലാം കൂടുതൽ ഇട്ട് കൊടുക്കണം. പക്ഷെ അങ്ങനെയല്ല, പുറമേയുള്ള ടേസ്റ്റിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇതെന്തായാലും നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബീഫ് കീമ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെല്ലാം ഇട്ട് കൊടുത്തതിനാൽ കുറച്ചുകൂടി ടേസ്റ്റിയാവും. എരിവും പുളിയെല്ലാം വരും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ടിഫിനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളും നിൽക്കെല്ലാം പോയിട്ടുണ്ട്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പം അങ്ങനെ മഴയൊന്നുമില്ല ഇവിടെ ഇല്ലേ, എപ്പോഴും മഴയൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ അധികം വെയിൽ തന്നെയാണ്. പിന്നെ കുറച്ച് എപ്പോഴെങ്കിലും ഒരിക്കലും മഴ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതാ മുറ്റത്തെ ചെടികളെല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇതുണ്ടില്ലേ, ഇത് ആപ്പിൾ ചെറി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിന് നല്ല വിലയല്ലേ ഷോപ്പിലെല്ലാം. എന്താ പറയുക, സൂപ്പർ മാർക്കറ്റിലെല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഒരു ചെറിയ ബോക്സിന് തന്നെ 250 രൂപയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ പിടിച്ച് തരാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. കഴിഞ്ഞ വർഷം എങ്ങാനും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ വീട്ടിൽ ഈ ഒരു ചെറി കുറേ പിടിച്ചിന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പക്ഷേ ഇപ്രാവശ്യമില്ലേ ഒരു 5-6 എണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടിക്ക് എന്തോ ഒരു രോഗം വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചെറി തന്നെയാണിത്. പിന്നെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുണ്ടില്ലേ, ഇതുപോലത്തെ എന്തോ ഒരു രോഗം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി തരണേ. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ നിറയെ എന്താ പറയുക, ഈ ഒരു ഫ്രൂട്ട് പിടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അതിന് കാണാൻ വേണ്ടിക്ക്. പിന്നെ ഇതിൽ ഫ്രൂട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ചെടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഗാർഡനിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ കുറേ പക്ഷികളും പിന്നെ നിലത്തെല്ലാം കുറേ ഒരു ഫ്രൂട്ട് വീണിട്ടുണ്ടായിന്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക്. പക്ഷേ ഇപ്രാവശ്യം നോക്കുമ്പോഴേക്കും ഒന്നുമില്ല. ഒരു 5-6 എന്താ പറയുക ചെറിയ പിടിച്ചിട്ടുള്ളൂ. ഇതുണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. മാഷാ അല്ലാ. എന്താ പറയുക, എല്ലാ പണികളും കഴിഞ്ഞ് ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഒന്ന് അടിച്ചു വരാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിച്ചു വരലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേരമൊന്ന് ഞാൻ ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഫ്രൂട്ടെല്ലാം പറിച്ച് ഉള്ളിലേക്ക് പോലാന്ന്. ഇടയിലെല്ലാം മയിൽ വന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ലേ, അവിടെയെല്ലാം വന്നിട്ട് കച്ചറയാക്കിയിട്ടെല്ലാം പോകും. കുറേ പക്ഷികൾ വന്നു ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രൂട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലെ നല്ല രസമാണ് കേട്ടോ. ഇതിപ്പം രാവിലെ ഞാൻ കുട്ടികളെല്ലാം പോയ ശേഷം ഒന്ന് വീഡിയോ എടുത്തേ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിൽ എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളും 2 റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് എല്ലാം കഴിഞ്ഞ് ഇന്ന് കാര്യമായിട്ട് ഇങ്ങനെ ഭയങ്കര പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കീമ ഉണ്ട്, ബീഫ് കീമ ഉണ്ട്, അത് വെച്ചിട്ട് ബർഗർ പാറ്റി റെഡിയാക്കാമെന്ന്. ഇതിപ്പം ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയതാണ്. ഇതിനെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം ആകാരൻ്റെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തന്നിട്ടില്ലേ, ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുന്നതും കീമ റെഡിയാക്കുന്നതെല്ലാം അതിലും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിങ്ങനെ ബർഗറെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രിക്കാണ് ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ തന്നെ ഉഴുന്നിന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചാലല്ലേ നല്ലൊരു ഉഴുന്ന് വട റെഡിയാക്കാൻ പറ്റുക. അതുകൊണ്ട് ഇതിങ്ങനെ കീമ എന്താ പറയുക പാറ്റി ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഫ്രൈ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വൈകുന്നേരം കാര്യമായിട്ട് സ്നാക്കൊന്നും ഉണ്ടാക്കില്ല. എനിക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കും മക്കൾക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഉണ്ടെങ്കിലേ ഉച്ചക്കും ഫുഡ് ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാന്ന്. ഇനിയിപ്പോൾ ഇത് ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. ഇതിലേക്കില്ലേ വേണമെന്നുണ്ടെങ്കിൽ മുട്ട, കുരുമുളക് പൊടി, ഉപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തേ. എന്താ പറയുക, നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ബർഗർ പാറ്റിൻ്റെ ടേസ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ.
ഇതിപ്പോൾ ഇതാ ഞാൻ ഓരോരോ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കലാണ്, റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കലാണ്. എന്നിട്ട് ബട്ടർ പേപ്പർ ഉണ്ടാവില്ലേ, ബട്ടർ പേപ്പർ കട്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഞാൻ സാധാരണ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുത്താണ്. അവിടുത്തേതാകുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ലേ. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഓരോരോ നഗറ്റ്സും ബർഗർ പാറ്റിയെല്ലാം ഭയങ്കര ടേസ്റ്റ് അല്ലേ ഓരോന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് അധികം കൊണ്ടുവരുത്ത്. സത്യം പറഞ്ഞാൽ ഒരു കുപ്പ വരുമ്പല്ലില്ലേ KFC അടക്കം അങ്ങനെ കൊണ്ടുവരുത്തുണ്ട്. അതെങ്ങനെയാണ് കൊണ്ടുവരുത്തുന്നത് ചോദിച്ചിട്ടുണ്ടായിന്. നമ്മൾ വരുന്ന ദിവസം ഉണ്ടാവില്ലേ, വരുന്ന ദിവസം അന്ന് വരെ ഫ്രീസറിൽ വെക്കുക ഈ ഒരു ഐറ്റംസ് എല്ലാം. എന്നിട്ട് നമ്മൾ പെട്ടി പാക്ക് ചെയ്യും, ലാസ്റ്റ് പാക്ക് ചെയ്യൂലേ, ആ ഒരു ടൈം ഇറങ്ങാൻ പോകുമ്പോൾ പാക്ക് ചെയ്യില്ല, ആ ഒരു ടൈം ഇത് പുറത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെത്തിയ പാടന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി, കേടൊന്നും ആവില്ല. പിന്നെ KFC അങ്ങനത്തെ ഫുഡ് ഐറ്റംസിൽ ഉപ്പ് എങ്ങനെ കൊണ്ടുവരുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എയർപോർട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റും, എയർപോർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റും. അങ്ങനെ ഈ എന്താ പറയുക, അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ, ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നെന്ന് മാത്രം. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഉച്ചയായവരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇല്ലേ ഈ ഒരു കീമൻ്റെ മസാല റെഡിയാക്കി എടുക്കുമ്പം കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിനോന്ന് അറിയില്ല. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് ബസ്മതി റൈസ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്, സിമ്പിളായി. അതാണ് ഇന്ന് എനിക്ക് ലഞ്ചിൻ്റെ പണി കൂടുതലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പം ഇന്നത്തെ ദിവസം കുറച്ച് ചെടികളോ കാര്യങ്ങളെല്ലാം നോക്കാൻ കഴിഞ്ഞാൽ. അല്ല എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പണിയായിരിക്കും. ഇതിപ്പോൾ ഈസി ആയില്ലേ. ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്ത, ഉച്ചക്ക് നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ എഡിറ്റിംഗ് എല്ലാം ചെയ്യും. ഉറങ്ങുമൊന്നും ചെയ്യില്ല, എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെയാവും. അതുകൊണ്ട് ഉറങ്ങലൊന്നുമില്ല, എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തോ പോലെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം ഞാൻ പറഞ്ഞിട്ടില്ലേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന് ഉഴുന്നെന്ന്, അത് ഒന്ന് വെള്ളമെല്ലാം ഊറ്റിയിട്ട് വെള്ളം മൊത്തത്തിൽ കളഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മിക്സിയുടെ ജാറിൽ അങ്ങനെ അടിച്ചെടുക്കലാണ്. ഒരു 1/4 ഭാഗം ഉഴുന്നും 1 ടേബിൾ സ്പൂൺ വെള്ളവും എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കും. ഉഴുന്നുവടൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ്. പിന്നെ ഈ ഉഴുന്നുവട നമ്മൾ ചെറിയ മിക്സിയുടെ ജാറുണ്ടാവില്ലേ, അതിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയാകുമ്പം പെട്ടെന്ന് നമുക്ക് അരഞ്ഞിട്ടും. ഉഴുന്നുവട അധികം ആൾക്കാർക്കും ശരിയാത്തൊരു ഐറ്റമാണ്. പക്ഷേ എന്താ പറയുക, ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ശരിയായി എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഒരു ഉഴുന്നുവടൻ്റെ റെസിപ്പിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന്. അത് 1 വർഷം 2 വർഷം മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നുവടക്കില്ലേ അരക്കുമ്പില്ലേ നല്ലോണം പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് അരക്കുമ്പം മിക്സിയുടെ 1/4 ഭാഗം മാത്രം ഉഴുന്നിട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നിർത്തി അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കിട്ടണം. കുറേ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുവട ശരിയാവില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒരു 1/4 ഭാഗം മാത്രം ഒരു 3 കൈപ്പിടി ഉഴുന്ന് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. 3 മണിക്കൂർ കുതിർത്ത് വെച്ച് ഉഴുന്നാണ് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടില്ലേ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഉപ്പ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല, ഉപ്പ് ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൂടിയതിൽ കുറഞ്ഞതൊരു 1.5 മണിക്കൂർ എങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ വൈകുന്നേരം തന്നെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പൊങ്ങി വരും. അത്ര തന്നെ, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഒരു 3 മണിക്കൂറെല്ലാം വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ രാത്രി അരച്ചിട്ട് രാവിലെ ചുടുവാണെങ്കിലും അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഒന്ന് ഞാൻ 1 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിന്. 1 മണിക്കൂറാ അല്ല 1-2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വന്ന് കുളിപ്പിച്ച് അവർക്ക് ചായയെല്ലാം കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഒരു 5:30 മണിയായിട്ടുണ്ടാവും വേണമെങ്കിൽ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. 5:30 അല്ല 6 മണിയായിട്ടുണ്ടാവും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറിയ പീസാക്കി കട്ടാക്കിയതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക.
ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ ഉള്ളിയിൽ നമ്മൾ ചുടാനാവുമ്പം എന്താ പറയുക, ചൂടൂലേ, ഓയിലെല്ലാം ചൂടാക്കി എല്ലാം റെഡിയാക്കി വെച്ച ശേഷം മാത്രമൊന്ന് ഈ ഒരു ഉള്ളിയും ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങും. അന്നേരം നമുക്ക് ഈ ഒരു ഉഴുന്ന വട എന്താ പറയുക, ഉഴുന്ന വട പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇതിപ്പം കുറച്ച് ടൈറ്റാണ്, ഇത്രയും ടൈറ്റായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ലൂസാക്കുക. ഇതിലും കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. മിക്സിയുടെ ചെറിയ ജാറാകുമ്പം പെട്ടെന്ന് റെഡിയാവും. എല്ലാം കൂടി മിക്സാക്കി ഞാനിപ്പോൾ ഇതാ കൈ ഒന്ന് മുക്കാൻ വേണ്ടിക്ക് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ആ ബോൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈയോട് പ്രസ്സാക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ നമ്മൾ ഏതെങ്കിലും ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ ഹോൾസാക്കി കൊടുക്കുക. ആ ഹോൾസാക്കും മുന്നേയും നമ്മളെ കയ്യിലെ വെള്ളം, പച്ചവെള്ളം ഒന്ന് തടവി കൊടുക്കണം, എന്നാലേ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്കാക്കി എടുക്കാൻ വേണ്ടിക്ക്. ഓയിൽ ഇട്ട് കൊടുക്കുക, ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കുക. ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് 2 വർഷം മുന്നേ ഞാൻ ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ്. അത് കണ്ടവർക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാനെല്ലാം അറിയായിരിക്കും. പിന്നെ ഹോള് എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പൊട്ടിത്തെറിച്ചേക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ടായ ഹോള് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടില്ല ഹോളൊന്ന് ലെവലാക്കി കൊടുക്കും. കാര്യം പെട്ടെന്ന് ഇട്ട് കൊടുക്കുമ്പം ഹോള് എന്താ പറയുക, ഒട്ടിപ്പിടിച്ചു പോലെ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഉഴുന്ന വട മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം കുക്കാണ്ട് പോകും, എന്താ പറയുക, കുക്കാവില്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായിട്ട് വന്നാൽ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ മഴക്കാലത്തെല്ലാം ചൂടോടെ ചായൻ്റെ കൂടെ എല്ലാം കട്ടനോടൊപ്പം കഴിക്കാൻ അടിപൊളിയല്ലേ, കോഫീൻ്റെ കൂടെ കഴിക്കാൻ. ഇതിപ്പം നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ രാത്രിത്തെ ഫുഡ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെയെല്ലാം തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ രാത്രി അധികം നമ്മൾ എന്തെങ്കിലും സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ ഉച്ചക്കത്തെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പം ഇത് സ്പെഷ്യലായിട്ട് ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അതിന് അടിപൊളി ടേസ്റ്റ് ആയിട്ട് തേങ്ങയും പിന്നെ മാങ്ങയും വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഇതൊരു വീഡിയോ കാണാത്തവർ കണ്ടുനോക്കുക. ലൈഫിലൊരിക്കലെങ്കിലും കുടിക്കേണ്ട ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഏറ്റവും ചിലവുറഞ്ഞ രീതിയിലുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ്. ഈ ഒരു ഇതിന് നിങ്ങൾ പായസം റെഡി ആക്കൂലേ, അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തേങ്ങയും മാങ്ങയും എല്ലാം ഇട്ടിട്ട് അടിപൊളിയാണ്. പിന്നെ ഇത് എന്താ പറയുക, തലേദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഉണ്ടാക്കി വെക്കാട്ടോ, ടേസ്റ്റ് കൂടുകയും ചെയ്യും. തേങ്ങാപ്പാൽ പുളിച്ച് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഫ്രഷ് തേങ്ങ കൈയൊന്നും തട്ടാണ്ട് അരച്ചിട്ട് പാലാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇതാ ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി, 2 പുഡിങ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിനി, അതും ഉണ്ടാക്കി നോക്കാം. പിന്നെ ആ ഒരു ഡ്രിങ്ക് മസ്റ്റ് ട്രൈ ആണ്. ഈ പുഡിങ് അത്രയും ഞാൻ പറയുന്നില്ല, എന്നാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ യമനി മന്തിൻ്റെ റെസിപ്പി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. ഞാൻ ഒരുപാട് മന്തി റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് സ്പെഷ്യലായിട്ട് അങ്ങനത്തെ എല്ലാ റെസിപ്പി കാണിക്കും ഇർഫാന എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി. ഇതിൻ്റെ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണി ആയാലും അല്ലാന്നുണ്ടെങ്കിൽ മന്തി, പുഡിങ്, പായസം, അങ്ങനെ എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അത് ഇർഫാന ഷംഷീർ ബിരിയാണി റെസിപ്പിയെന്നും മന്തി റെസിപ്പിയെന്നും എല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും കണ്ടുനോക്കുക. ഇതുണ്ടല്ലേ, ഇത് യമനി ചിക്കൻ മന്തിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ബിരിയാണി റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബീഫ്, എന്താ പറയുക, ചിക്കന്, മട്ടൻ എല്ലാം ബിരിയാണി റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ, കോഴിക്കോടൻ ബീഫ് ദം ബിരിയാണിയാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ഇതിൻ്റെ ടൈമിൽ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസമായാലും 3 ദിവസം കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് മാറാത്തൊരു ടൈപ്പ്, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഇത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും റെഡിയാക്കിയത്. ഇപ്പം ഞാൻ ബീഫ് വെച്ചിട്ടാണ് റെഡിയാക്കിയത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.